സ്നേഹമുള്ളവരെ, ഒരു വള്ളവും ഒരു വള്ളക്കാരനുമുണ്ട്. ആ വള്ളക്കാരനിലും വള്ളക്കാരന്റെ വാക്കിലും വിശ്വാസമുള്ളവർക്ക് ആ വള്ളത്തിൽ കയറാം, ആ വള്ളക്കാരന്റെ കൂടെ കൂടാം. ഈ വള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. എത്ര പ്രതിസന്ധികൾ വന്നാലും, എത്ര തിരമാലകൾ ആർത്തിരമ്പിയാലും, എത്ര കാറ്റുണ്ടായാലും ഈ വള്ളം മുങ്ങിപ്പോകില്ല. കാരണം എന്താണെന്നറിയോ? ഈ വള്ളത്തിലുള്ളവനാണ് എന്റെയും നിങ്ങളുടെ ഉള്ളത്തിലുള്ള സർവത്തെയും വാക്കുകൊണ്ട് ഉളവാക്കിയ സർവശക്തനായ ദൈവം. നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോഴേ ശിഷ്യന്മാർ ആ വള്ളത്തിൽ ചാടിക്കേറി. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ശക്തമായ കാറ്റും തിരമാലകൾ ആർത്തിരമ്പി. ശിഷ്യന്മാരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ആ വള്ളത്തിലുള്ളവനുണ്ടല്ല, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40:8 പറയുന്നു, പുല്ലുണങ്ങിപ്പോകുന്നു, പൂവ് വാടിപ്പോകുന്നു, എന്നാൽ കർത്താവിന്റെ വചനമോ എന്ന് നിലനിൽക്കുന്നു. ആ വള്ളത്തിലുള്ളവൻ, ആ സർവശക്തൻ തന്റെ വാക്കുകൾ കൊണ്ട് ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. സ്നേഹമുള്ളവരെ, അവനിലും അവന്റെ വാക്കിലും വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല പ്രതിസന്ധികളും അവൻ ആ വാക്കുകൾ കൊണ്ട് ശാന്തമാക്കും. അവൻ അക്കരെ നിങ്ങളെ എത്തിക്കുമെന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാ. നിങ്ങളെ അവൻ അക്കരെ എത്തിച്ചിരിക്കും, നിങ്ങളെ കര കാണിച്ചിരിക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59:1 പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം അവന്റെ കൈ കുറുകിപ്പോയിട്ടില്ലേട്ടാ, കേൾക്കാൻ കഴിയാത്ത വിധം അവന്റെ കാതുകൾക്ക് മാന്യവും സംഭവിച്ചിട്ടില്ല. അവൻ അക്കരെ എത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ വിശ്വസിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നേ. ദൈവം അനുഗ്രഹിക്കട്ടെ.